അള്ളാന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ ഇസ്തിഗ്ഫാർ 100 എണ്ണമെങ്കിലും ചൊല്ലാതെ നമ്മൾ കിടക്കരുത്. അറ്റ്ലീസ്റ്റ് 100 എണ്ണമെങ്കിലും. എന്തുകൊണ്ടെന്നറിയോ? റസൂലുള്ള 100 എണ്ണം ചൊല്ലിയിട്ടാണ് ഒരു ദിവസം ചെലവഴിച്ചിരുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? ആരെങ്കിലും ഇസ്തിഗ്ഫാർ ലാസിമാക്കിയാൽ, നിത്യമാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജാ, അവൻ അല്ലാഹു സർവ്വ വേടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു ഒരു എക്സിറ്റ് കൊടുക്കുമെന്നാണ്. ഈ മഖ്റജ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തെന്നറിയോ? എന്തിനാണോ ഉള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള കവാടമെന്നാണ്. വിദേശത്തൂടെ വാഹനം ഓടിച്ചു പോയവരല്ലേ നിങ്ങള്? ഗൾഫ് രാജ്യത്തിലൂടെ, അറേബ്യൻ മണ്ണിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് കാണാം എക്സിറ്റ് 1, എക്സിറ്റ് 2, എക്സിറ്റ് 3 എന്ന് പറഞ്ഞ് കാണാം. ആ എക്സിറ്റിന്റെ തൊട്ടുമുകളിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മഖ്റജ് 1, മഖ്റജ് 2, മഖ്റജ് 3. ഈ മഖ്റജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ളൊരു വഴിയെന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ആരൊരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമോ എന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അവൻ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങളിൽ നിന്ന്, അവൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, അവൻ അനുഭവിക്കുന്ന ശാരീരിക ദുർബലതകളിൽ നിന്ന് അവനൊരു എക്സിറ്റ് അല്ല കൊടുക്കുന്നതാ. പിന്നെ പറഞ്ഞതെന്താണ്? വമിൻ കുല്ലി ഹമ്മിനു ഫറജാ, മനപ്രയാസമല്ലേ നമുക്ക് ഏറ്റവും വലുത്? പ്രയാസമില്ലാത്തതാരാ സഹോദരാ? അതിൽ നിന്നൊരു മോചനം വേണോ? വമിൻ കുല്ലി ഹമ്മിനു ഫറജാ, എല്ലാ മനപ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു സംവിധാനം അത് ഇസ്തിഗ്ഫാറാണ് കൂട്ടരെ.